ഹായ് ഡിയർ. നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ് എന്നാണ് നോക്കുന്നത്. ഇവിടെ ഇതിലൊരു വ്യക്തി അയാളുടെ സ്വന്തം ലോകത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അയാൾ ചെയ്യാനുള്ളതൊക്കെയും ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു തോട്ടാണ്. അതായത് അയാളുടെ 100% ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിന്നിട്ടുണ്ട്. എല്ലാം മറുവശത്തുള്ള വ്യക്തിയുടെ തെറ്റാണ് എന്നൊരു ചിന്തയാണ് ഇവിടെ കാരണമായി വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഓക്കെ ഡിയർ, വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? ഈ നിങ്ങളുടെ ഇടയ്ക്കുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനോ ശ്രമിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ ഈ റിലേഷൻഷിപ്പിൽ പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് നൽകിയിട്ടില്ലാത്തത് കൊണ്ടാണെന്നോ അതല്ലെങ്കിൽ എല്ലാം അയാളുടെ തെറ്റാണെന്നോ ഉള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പും എടുക്കാത്ത പോലെയാണ് മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡിയർ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വന്തം ലോകത്തിരിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് പറഞ്ഞ് അത് സോൾവ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനോ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കുറേയധികം സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഉള്ള തർക്കങ്ങളായിരിക്കാം. അവയൊക്കെയും വളരെ ക്ഷമയോടുകൂടി പരിഹരിക്കേണ്ട ഒരു ടൈമാണിത്. അതിന് ക്ഷമ വേണം. ചിലപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെയും സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. അതൊക്കെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ഷമയുണ്ടായിരിക്കണം. അതിനുള്ളൊരു ടൈം കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നാണ്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ ഡിയർ, നിങ്ങൾക്കറിയാമല്ലോ ആരായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ തമ്മിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോലും കാശ് കൊടുക്കാറുണ്ട് ചിലർ. അതായത് അവരുടെ ജോലി തീർന്നു, അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക്. പക്ഷേ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് വാങ്ങുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക. അതല്ല, നിങ്ങൾ അവർക്ക് അങ്ങനെ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണല്ലോ നമ്മളതൊക്കെയും ചെയ്യുക, പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകേണ്ടത്. അത് നിങ്ങളവിടെ ചിന്തിക്കുക. നിങ്ങളുടെ ആ ഒരു നർച്ചറിങ് ക്വാളിറ്റി നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് അത്തരത്തിലുള്ള ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ടാകേണ്ടത് എന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എടുക്കുക. പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു തിടുക്കത്തിലൊരു ആക്ഷനോ ഒന്നും എടുക്കാതിരിക്കുക. ക്ഷമയോടുകൂടി പതിയെ പതിയെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ ഡിയർ, അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.